നമ്മുടെ രാഹുൽ ഗാന്ധി പല വിഷയങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തിയാണെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത്. ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നല്ല അവഗാഹമുള്ള ഒരു വ്യക്തിയാണെന്നാണ് KC അന്ന് സൂചിപ്പിച്ചിരുന്നത്. അത് ശരിയായിരിക്കാം, കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, പല വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കാറുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ഒരു 1-2 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എപ്പോഴും ഈ OBC SC ST റെപ്രസെൻറ്റേഷൻ സംബന്ധിച്ചിട്ടൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ട്. ഇവിടെ എത്ര OBCക്കാരുണ്ട്, ഇവിടെ എത്ര SCക്കാരുണ്ട്, ഇവിടെ എത്ര STക്കാരുണ്ടെന്നൊക്കെ അദ്ദേഹം പല വേദികളിലും ചോദിക്കാറുണ്ട്. അത് അനവസരത്തിലൊക്കെ ആ രീതിയിലുള്ള പ്രസ്താവനയൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഒന്നാമത് ഇന്ത്യ ഭരിച്ചത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ്, ഇത്രയും വർഷം എന്നുള്ള ഒരു ധാരണയില്ലാതെയാണ് പലപ്പോഴും പല കാര്യങ്ങളും രാഹുൽ പറയാറ്. പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മളൊരു റിയാലിറ്റി നോക്കണമല്ലോ. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ടവറിങ് ലീഡർ, ആ ലീഡർ സംസാരിക്കുമ്പോൾ എപ്പോഴും സംസാരിക്കുന്ന വിഷയം എങ്ങനെയാണ് ആ പൊളിറ്റിക്കൽ പാർട്ടിയിൽ കൈകാര്യം ചെയ്യുന്നത്. ഈ പറയുന്ന രീതിയിലുള്ള വിമൻ റെപ്രസെൻറ്റേഷനും അതുകൂടാതെ തന്നെ SC ST OBC റെപ്രസെൻറ്റേഷനൊക്കെ കോൺഗ്രസ് പാർട്ടിയിലുണ്ടോ എന്നതും ഒരു ചോദ്യമാണ്. പ്രതിപക്ഷത്തിന് പല കാര്യങ്ങളും വിമർശനം നടത്താം, പ്രതിപക്ഷ നേതാവിന് ഏത് രീതിയിലും എങ്ങനെ വേണമെങ്കിലും വിമർശിക്കാം. പക്ഷെ സ്വന്തം പാർട്ടിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കണം എന്നുള്ളതും ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ അതും ഒരു പ്രസക്തമായ കാര്യമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ അവസ്ഥ അക്കാര്യത്തിൽ ദയനീയമാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം നല്ല ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് കോൺഗ്രസിന് നിലവിലാകെ 4 മുഖ്യമന്ത്രിമാരെ നിലവിൽ രാജ്യത്തുള്ളൂ. ഒന്ന് കേരളത്തിലാണ്, ഒന്ന് കർണാടക, പിന്നെ തെലങ്കാന, ഹിമാചൽ പ്രദേശ്. ഇതിൽ ഈ 4 മുഖ്യമന്ത്രിമാരും ഫോർവേഡ് കാസ്റ്റിൽപ്പെട്ടവരാണ്, അതായത് മുന്നോക്ക വിഭാഗക്കാരാണ് നിലവിൽ കോൺഗ്രസിൻ്റെ 4 മുഖ്യമന്ത്രിമാരും എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. എപ്പോഴും OBC റിസർവേഷനെ കുറിച്ചും SC റിസർവേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. റിസർവേഷൻ എന്ന് പറയുന്നതിൽ OBC റെപ്രസെൻറ്റേഷൻ ഇല്ല, SC റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധി സ്വന്തം പാർട്ടിയിൽ ഇതൊന്നും നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത്. ഏറ്റവും ചുരുങ്ങുന്നത് ഒരു OBC മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു SC മുഖ്യമന്ത്രി എങ്കിലും എന്തുകൊണ്ട് കോൺഗ്രസ്സിന് നിയമിക്കാൻ സാധിക്കുന്നില്ല എന്നതൊരു ചോദ്യമല്ലേ? സ്വാഭാവികമായിട്ടൊരു ചോദ്യം തന്നെയാണ്. നിലവിലിപ്പം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്, അദ്ദേഹം ഫോർവേഡ് കാസ്റ്റാണ്. അതുകൂടാതെ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ, വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ, അദ്ദേഹമാണെങ്കിൽ ഫോർവേഡ് കാസ്റ്റാണ്. അതുകൂടാതെ പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ കർണാടകയിൽ ഇത്രയും കാലം സിദ്ധരാമയ്യ ഉണ്ടായിരുന്നു. ഇപ്പോൾ സിദ്ധരാമയ്യ മാറ്റി DK ശിവകുമാർ വന്നതോടുകൂടി അദ്ദേഹമാണെങ്കിൽ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫോർവേഡ് കാസ്റ്റായ ഒക്കലിക വിഭാഗക്കാരനാണ്. ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സുഖ്വീന്ദർ സുഖു ആണെങ്കിൽ രജപുത്രനാണ്. രാഹുൽ ഗാന്ധി ജാതി എപ്പോഴും ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് അതേ രീതിയിൽ തന്നെ ഇപ്പം ഇത്തരം വിഷയങ്ങളും ചർച്ചയായിട്ട് വരുന്നതെന്നുള്ളതാണ്. പക്ഷേ BJPയെ നമുക്കിതിലൊരു കമ്പാരിസനായിട്ട് കാണാൻ സാധിക്കില്ല. കാരണം BJP ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എങ്ങനെയാണ് നടത്തുന്നുള്ളത് ശരിക്കും കോൺഗ്രസ് പഠിക്കേണ്ടതാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ OBC പാർട്ടി, ഏറ്റവും കൂടുതൽ OBC റെപ്രസെൻറ്റേഷനുള്ള പാർട്ടി BJP ആണ്. ഏറ്റവും കൂടുതൽ ST റെപ്രസെൻറ്റേഷനുള്ള പാർട്ടി, പട്ടികവർഗ ഗോത്ര വിഭാഗക്കാരുടെ പ്രാതിനിധ്യമുള്ള പാർട്ടിയും BJP ആണ്. അതുകൂടാതെ തന്നെ SC വിഭാഗക്കാർ, ദളിത് പ്രാതിനിധ്യവും BJPയിൽ വലിയ തോതിലുണ്ടെന്നുള്ളതാണ്. നമ്മുടെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അതൊക്കെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. രാഹുൽ ഗാന്ധി പറയുന്ന രീതിയിൽ കാര്യങ്ങൾ അപഗ്രഥിക്കുകയാണെങ്കിൽ, അതേ രീതിയിൽ മൈക്രോ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ കോൺഗ്രസ്സിന് നമുക്കറിയാം ഒരൊറ്റ OBC SC ST മുഖ്യമന്ത്രി നിലവിലില്ല. എല്ലാം ഫോർവേഡ് കാസ്റ്റിൽപ്പെട്ട ആളുകളാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി BJPയിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ അതും നോക്കണമല്ലോ. BJPക്ക് നിലവിൽ 4 OBC മുഖ്യമന്ത്രിമാരും 3 ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരുമുണ്ട്. അത് തന്നെയാണ് BJPയെ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. എല്ലാ വിഭാഗക്കാർക്കും തുല്യമായിട്ട് പ്രാതിനിധ്യം നൽകുന്ന രീതിയിലുള്ളൊരു സമീപനമാണ് BJP മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായ മോഹൻ യാദവ്, അദ്ദേഹം OBCക്കാരനാണ്. പിന്നെ വരുന്നത് ഹരിയാനയിലെ മുഖ്യമന്ത്രിയായ നൈബ് സിംഗ് സൈനി, അദ്ദേഹം എത്ര മികച്ച രീതിയിലാണ് ആ ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചെന്നുള്ളത് നമുക്കറിയാം. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പാണ് നൈബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചത്. അതിനുശേഷം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അത്ഭുത വിജയം തന്നെ അദ്ദേഹത്തിന് അവിടെ നേടിക്കൊടുക്കാൻ സാധിച്ചു. സാമൂഹ്യ ക്ഷേമ പദ്ധതികളൊക്കെ ഒരുപാട് നടപ്പിലാക്കുന്ന ഒരു പിന്നാക്ക നേതാവ്, BJPയുടെ ദേശീയ തലത്തിൽ തന്നെ ഒരു ശക്തനായ പിന്നാക്ക നേതാവായിട്ട് ഇപ്പം നൈബ് സിംഗ് സൈനി മാറിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ OBC ചീഫ് മിനിസ്റ്റർ BJPയുടേത്
ബീഹാർ മുഖ്യമന്ത്രിയാണ് സാമ്രാട്ട് ചൗധരി. സാമ്രാട്ട് ചൗധരി ഇപ്പം അടുത്ത കാലത്താണ് മുഖ്യമന്ത്രി പദത്തിലെത്തിയത്. അദ്ദേഹം വളരെ താഴേക്കിടയിൽ നിൽക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഇപ്പം മുഖ്യമന്ത്രി വരെ ആയ ഒരു വ്യക്തിയാണ്. പിന്നെ മണിപ്പൂരിലെ മുഖ്യമന്ത്രിയായ യുമ്നം സിംഗും OBC വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. അതുകൂടാതെ 3 ST മുഖ്യമന്ത്രിമാർ, ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള 3 മുഖ്യമന്ത്രിമാരും നിലവിൽ BJPക്കുണ്ട്. ഒന്ന് ഒഡീഷയിലെ മോഹൻ മാഞ്ചിയാണ്, പിന്നെ ഛത്തീസ്ഗഡിലെ വിഷ്ണുദേവ് സായ്, പിന്നെ ഒരാൾ കൂടിയുണ്ട് അരുണാചൽ പ്രദേശിലെ വളരെ പ്രമുഖനായുള്ള വളരെ പോപ്പുലറായുള്ള മുഖ്യമന്ത്രിയായ പേമ ഖണ്ഡു. അപ്പോൾ ഇതാണ് BJPയുടെ സാഹചര്യം. BJP ഡയലോഗടി മാത്രമല്ല, അതൊക്കെ നടപ്പാക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി തന്നെയാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് ഉപമുഖ്യമന്ത്രിമാർ, അതുകൂടാതെ കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, പാർട്ടിയിലെ ഭാരവാഹികൾ, ഇതെല്ലാം കൃത്യമായി തന്നെ ഇന്ത്യയുടെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ ഉൾക്കൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പ്രാതിനിധ്യം നൽകിയാണ് BJPയുടെ ആ ഒരു യാത്ര. അതാണ് ആ ഡിഫറൻസ്. രാഹുൽ ഗാന്ധി ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ആദ്യം സ്വന്തം പാർട്ടിയിൽ ഇതൊക്കെ നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. കർണാടകയിൽ ഇതുവരെ ഒരു വനിതാ മന്ത്രിയെ പോലും നിയമിക്കാൻ DK ശിവകുമാറിന് സാധിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത 13 മന്ത്രിമാരും പുരുഷന്മാരാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സാഹചര്യം. അപ്പോൾ ആദ്യം അതിനെയൊക്കെ മറികടന്ന് സ്വന്തം പാർട്ടിയിൽ ഒരു വിപ്ലവം നടത്തിയതിനു ശേഷം മറ്റ് പാർട്ടികളെക്കുറിച്ച് ചിന്തിക്കുന്നതും അവർക്ക് ക്ലാസ് എടുക്കുന്നതുമായിരിക്കും രാഹുൽ ഗാന്ധിക്ക് നല്ലത്.